പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. നിരണം സ്വദേശി വരുണാണ് അറസ്റ്റിലായത്. കേസിൽ ഇനി 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. അതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ സ്പാകളിൽ കോർപ്പറേഷൻ അധികൃതരുടെ നേതൃത്വത്തിൽ ഇന്നും പരിശോധന തുടരും. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരും. അതുപോലെ സ്പാ പരിശോധന തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നു. അതിനെക്കുറിച്ച് വിവരങ്ങൾ പറയാൻ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം ഷിജോ കുര്യനിലേക്ക്. ഷിജോ, ഇനിയും പ്രതികളെ കിട്ടാനുണ്ട്, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? അപ്ഡേറ്റ് ചെയ്യൂ. വെരി ഗുഡ് മോർണിംഗ്. വലിയ കോളിളക്കമുണ്ടായ ഒരു വിഷയമാണ് തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം. ഈ കൂട്ടബലാത്സംഗത്തിൽ 1-ാം തീയതി ഈ സംഭവം നടക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 1-ാം തീയതി 3:30 ഈ കൂട്ടബലാത്സംഗം സ്പായിൽ നടക്കുന്നത്. അതിനുശേഷം 3-ാം തീയതിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തത്. അന്ന് തന്നെ 1-ാം പ്രതി സുബിൻ അലക്സാണ്ടറിനെയും അതുപോലെ തന്നെ സുബിൻ അലക്സാണ്ടറിന്റെ കൂട്ടാളി 2-ാം പ്രതിയുമായിട്ടുള്ള ബെർലിൻ ദാസിനെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലേക്ക് വിടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഒളിവിൽ പോയ 4 പ്രതികൾക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായിട്ടുള്ള വലിയ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരുന്നു. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘമായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം. അതിനിടയിൽ 2 പ്രതികൾ സംസ്ഥാനം വിട്ട് ബംഗളൂരുവിലേക്ക് കടന്നതായിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ ഒരാൾ കേരളത്തിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട് എന്നുള്ള ഒരു വിവരം ഇന്നലെ രാത്രിയോടുകൂടി പോലീസിന് ലഭിക്കുന്നു. നിരണം സ്വദേശിയായിട്ടുള്ള വരുൺ കുമാർ, 36 വയസ്സുകാരനായിട്ടുള്ള വരുൺ കുമാറാണ് ഇപ്പോൾ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗവുമായിട്ട് പിടിയിലായിട്ടുള്ള 3-ാമൻ. ആലുവയിൽ നിന്നാണ് ഇയാളെ പോലീസ് സംഘം പിടികൂടിയത്. ഇന്നലെ രാത്രിയോടുകൂടി വരുൺകുമാറിനെ പോലീസ് പിടികൂടുകയും പുലർച്ചെ 6 മണിയോടുകൂടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. പ്രശോഭ്, കിരൺ, സജിൻ, ഇങ്ങനെ പേരുള്ള 3 പ്രതികൾ കൂടി അറസ്റ്റിലാകാനുണ്ട്. ഇതിനകത്ത് 2 പ്രതികൾ ബംഗളൂരുവിലുണ്ട് എന്നാണ് സൂചന. ബാക്കിയുള്ള ഒരാൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് പോലീസിന് ഇപ്പോൾ പിടിയിലായിട്ടുള്ള വരുണിൽ നിന്ന് ഏകദേശ വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വരുൺ ഫോൺ ഓൺ ആക്കിയപ്പോഴാണ് അതിൻ്റെ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആലുവയിലുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. അങ്ങനെയാണ് വരുണിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ 3 പ്രതികൾ കൂടിയുണ്ട്. അവരെയും പരമാവധി വേഗം പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 3 ആയിട്ടുണ്ട്. 6 പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസ് നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ളത് കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെവിടെയെങ്കിലും ഇതിന് ഒത്താശ ചെയ്ത ആരെങ്കിലും ഉണ്ടോ, ഇതൊരു കൊട്ടേഷനാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒളിവിൽ പോയ 3-ാം പ്രതി കൂടി പിടിയിലായിരിക്കുന്നത്. നിരണം സ്വദേശിയായിട്ടുള്ള 36 വയസ്സുകാരൻ വരുൺ കുമാറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.